അഭിനന്ദൻ നാട്ടിലെത്തും. പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിക്കും. വാഗ അതിർത്തിയിലൂടെ എത്തുന്ന അഭിനന്ദന് വൻ വരവേൽപ്പ് നൽകാൻ ഇന്ത്യ തയ്യാറെടുത്തു കഴിഞ്ഞു. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. ഉറി മേഖലയിൽ ഇന്ന് പാക് സൈന്യത്തിന്റെ ആക്രമണത്തിൽ 7 പ്രദേശവാസികൾക്ക് പരിക്കേറ്റു. കുപ്വാരയിൽ സുരക്ഷാ സൈന്യം 2 ഭീകരരെ വധിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, എപ്പോഴാണ് അഭിനന്ദൻ എത്തുക? കൃത്യമായിട്ട് ഏത് സമയത്തിനകം അദ്ദേഹത്തെ നമുക്ക് കാണാനാകും? സനീഷ്, അഭിനന്ദൻ കൃത്യമായി എത്തുന്ന സമയം ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം 1 മണിയോടുകൂടി അഭിനന്ദൻ വാഗ അതിർത്തിയിലെത്തി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമെന്നാണ് വരുന്ന സൂചനകൾ. പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷി തന്നെ അല്പസമയം മുമ്പ് പാക് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറും എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് സൂചനകൾ പ്രകാരം ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ പാക് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തര സമ്പർക്കത്തിലുണ്ട്. ഈ വിഷയത്തിൽ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. റെഡ് ക്രോസിന്റെ കൂടി സാന്നിധ്യമുണ്ടാകും ഈ വിട്ടു നൽകുന്ന നടപടിക്രമങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ട നടപടികളും പുരോഗമിക്കുന്നു. എന്നാൽ പേപ്പർ വർക്കുകൾ പൂർത്തിയായ ശേഷവും പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും കൃത്യമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ റാവൽപിണ്ടിയിൽ നിന്നും വിമാനത്തിൽ വാഗ അതിർത്തിയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളായിരിക്കും സ്വീകരിക്കുക. അതേസമയം അഭിനന്ദനെ വിട്ടയക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലുള്ള ഒരു ആക്ടിവിസ്റ്റ് പാകിസ്ഥാനിലെ കോടതിയിൽ ഹർജി നൽകിയതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടിയും ഹർജി കോടതി അഡ്മിറ്റ് ചെയ്യുക, അതിൽ മറ്റ് നടപടികൾ ആരംഭിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടികളെ അത് ബാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും പാകിസ്ഥാന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇന്നലെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ നടത്തിയിരുന്നത്. സമാധാന സന്ദേശം എന്ന രീതിയിൽ അഭിനന്ദനെ വിട്ടയക്കുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി പാകിസ്ഥാൻ 2ാമത്തെ ഔദ്യോഗികമായ പ്രഖ്യാപനം വിദേശകാര്യമന്ത്രിയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അഭിനന്ദനെ വിട്ടയക്കുമെന്നുള്ളത്. ഏതായാലും വാഗ അതിർത്തിയിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇന്ത്യയുടെ ധീരയോദ്ധാവിനെയാണ് ഇന്ത്യക്ക് തിരികെ ലഭിക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണത്തെ പ്രതിരോധിച്ച് ശക്തമായി നേരിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ F-16 വിമാനം തന്നെ വെടിവെച്ചിടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പൈലറ്റ് കൂടിയാണ് അഭിനന്ദൻ. അദ്ദേഹത്തെ പാകിസ്ഥാനിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് അവിടെയുള്ള പ്രദേശവാസികൾ വിധേയനാക്കുന്നതിന്റെ വീഡിയോകളും മറ്റും പുറത്തു വന്നിരുന്നു. ജനീവ കൺവെൻഷന്റെ ചട്ടലംഘനം അടക്കമുണ്ടായെന്ന് ഇന്ത്യ ഉന്നയിക്കപ്പെട്ടത് കൂടിയാണ് ഈ വിഷയത്തിൽ. ഏതായാലും ഈ അഭിനന്ദനെ എത്തിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ കൂടി നോക്കാം. എത്തിച്ചാൽ അതിർത്തിയിൽ വെച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരിക്കും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക, സ്വീകരിക്കുക. ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിൽപ്പെട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രിയോ മറ്റാരെങ്കിലും കേന്ദ്രമന്ത്രിമാരോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് നേരത്തെ അവിടെ അഭിനന്ദനെ സ്വീകരിക്കുന്നതിനായി അനുമതി തേടിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. പ്രദേശവാസികളടക്കം വലിയ ആൾക്കൂട്ടം തന്നെ അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഭിനന്ദനെ സ്വീകരിക്കുന്നതിനായി. അദ്ദേഹം എത്തിയതിനു ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ അവരുടെ വാഹനത്തിൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് എവിടേക്കെങ്കിലും പോകാനോ അല്ലെങ്കിൽ നേരിട്ട് ഡൽഹിയിലേക്ക് വിമാനത്തിൽ വരാനോ ആണ് സാധ്യതയുള്ളത്. അധികം മാധ്യമപ്രവർത്തകരെ ഇന്ന് കാണുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്ന് വിശദമായി ചോദിച്ച് അതിന്റെ വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ നിന്നും ആ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുക. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം പോകാൻ തന്നെ അനുവദിക്കുക. അഭിനന്ദന്റെ മാതാപിതാക്കൾ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. അവർ അമൃത്സറിലേക്ക് എത്തുമോ എന്ന് അവർ ഈ വാഗ അതിർത്തിയിലേക്ക് എത്തുമോ എന്ന് സംബന്ധിച്ച് ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും വിശദമായി വിവരശേഖരണം ആവശ്യമുണ്ട്. അവിടെ അദ്ദേഹത്തെ ക്രൂരമായ പീഡനത്തിനോ മറ്റോ വിധേയമാക്കിയിട്ടുണ്ടോ, പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനകളും വിവരശേഖരണവുമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അഭിനന്ദൻ അവിടെ പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് ജനീവ കൺവെൻഷന്റെ ചട്ടലംഘനമായി പാകിസ്ഥാനോടും അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പാകെ ഉന്നയിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. അതിർത്തിയിൽ ഇന്നും സംഘർഷാവസ്ഥ തന്നെയാണോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഉറി മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായ വെടിവയ്പ് നടത്തി. അതിൽ പ്രദേശവാസികളടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇയാളെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ ഈ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് തിരിച്ചടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 ഡസനിലധികം തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുള്ളത്. അതിനൊക്കെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്
നൽകുമെന്ന് ഇന്ത്യ പറയുന്നു. പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ അതിന് തിരിച്ചടി നൽകുമെന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ കൂടുതൽ പ്രകോപനകരമായ നടപടികളിലേക്ക് പോകുന്നുവെന്ന സൂചന കൂടി നൽകുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പാക് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ പ്രധാന അതിഥിയായി ക്ഷണിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാന്റെ ഈ പിന്മാറ്റം. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മൂന്നാം കക്ഷികൾ ഇടപെടണമെന്ന ആവശ്യവും പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയോ റഷ്യയോ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കം നടത്തണം. റഷ്യ ഇടപെടുന്നത് പാകിസ്ഥാന് സ്വാഗതാർഹമാണ്, എന്നാൽ ഇന്ത്യ നിലപാട് പറയട്ടെ എന്നാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും. ഏതായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ തുടരുന്നു. അതിർത്തിയും സംഘർഷഭരിതമായി തന്നെ തുടരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ അതിന് തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഉണ്ണി, പാകിസ്ഥാൻ അകത്ത് രാഷ്ട്രീയമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അഭിനന്ദനെ ഇന്ത്യയിലേക്ക് വിടുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. അല്പസമയത്തിനകം അദ്ദേഹം നമ്മുടെ രാജ്യത്തേക്ക്, അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് അഭിമാനത്തോടുകൂടി തന്നെ മടങ്ങിയെത്തും. അതേസമയം അതിർത്തിയിൽ സംഘർഷാവസ്ഥയും വെടിനിർത്തൽ ലംഘനവുമൊക്കെ തുടരുകയുമാണ്. ഇന്നലെ ഒരു സമാധാന സന്ദേശം എന്ന നിലക്കാണ് അഭിനന്ദനെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചയക്കാൻ തീരുമാനിച്ചത് എന്ന് ഇമ്രാൻഖാൻ പറയുമ്പോഴും ഈ ഭീകര ആക്രമണ സംഭവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യക്കുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനും മറ്റും അവിടെ നിന്ന് ആരും തയ്യാറായിട്ടുമില്ല. എന്താണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിക്കുന്നത്? സനീഷ്, തീർച്ചയായും ഇന്നലത്തെ ഇമ്രാൻഖാന്റെ പ്രസ്താവനയും ഇന്ന് പാക് വിദേശകാര്യമന്ത്രി എസ് എം ഖുറേഷിയുടെ പ്രസ്താവനയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത് സമാധാന സന്ദേശം എന്ന രീതിയിൽ ഇന്ത്യൻ പൈലറ്റിനെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. കേവലം പൈലറ്റിനെ വിട്ടയക്കൽ മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിഷയം. അത് പുൽവാമ ഭീകരാക്രമണവും അതിനു മുമ്പുള്ള പല ഭീകരാക്രമണങ്ങളുടെയും തുടർച്ചകളിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. അതിലൊക്കെ തന്നെ ഈ ഭീകരാക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ തലവന്മാർക്ക്, മൗലാന മസൂദ് അസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇന്ത്യ കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ടതാണ്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള കൃത്യമായ പ്രമാണങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് നൽകിയതുമാണ്. അതിനുശേഷവും ഇന്നിപ്പോൾ പാക് വിദേശകാര്യമന്ത്രി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട്, അദ്ദേഹം രോഗഗ്രസ്തനാണ്, വീട് വിട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ഇന്ത്യ അസറിനെതിരെ തെളിവ് നൽകുകയാണെങ്കിൽ കോടതികളെയും നിയമ സംവിധാനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപടിയെടുക്കാം പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. നിരവധി തെളിവുകൾ ഇതിനകം നൽകിയിട്ടുണ്ടെന്ന് അതിന് കൃത്യമായ മറുപടി വിദേശകാര്യ മന്ത്രാലയം നൽകുന്നു. 2017 മുതൽ തന്നെ വിശദമായ തെളിവുകൾ, അതും പൊതുമണ്ഡലത്തിൽ ലഭ്യമായ തെളിവുകൾ മൗലാന മസൂദ് അസറിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരെ നൽകിയിട്ടുണ്ട്. JEM തന്നെ വളരെ കൃത്യമായി ഈ ഭീകര സംഘടനകളെ, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമൊക്കെ മൗലാന മസൂദ് അസർ ഏത് തരത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇന്ത്യ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നും ആവർത്തിക്കുന്നത്. എന്നിട്ട് പോലും പാകിസ്ഥാൻ നടപടിയെടുക്കാതെ അദ്ദേഹം രോഗഗ്രസ്തനാണെന്ന കാരണം പറഞ്ഞുകൊണ്ട് മാത്രം ന്യായീകരണം നൽകുകയാണ്. ഇത് തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയായി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. താങ്കളിലേക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിനകം 12 മണിയോടുകൂടി അദ്ദേഹം ഇങ്ങോട്ട് വരാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും, പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാകുന്നത്. 1 മണിയോടുകൂടി അദ്ദേഹം വാഗാ അതിർത്തിയിൽ എത്തും എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ വരവേൽപ്പ് നൽകാൻ രാജ്യമാകെ തന്നെയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. രാജ്യത്തെ സേനാ തലപ്പത്തുള്ള ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരായിരിക്കും അദ്ദേഹത്തെ വാഗാ അതിർത്തിയിൽ വെച്ച് സ്വീകരിക്കുക. അവിടെ പാകിസ്ഥാൻ്റെ പിടിയിലായിട്ടും അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത ദൃശ്യങ്ങളിലൂടെയും മറ്റും രാജ്യം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രജ്ഞതയും അത്തരം യോദ്ധാവെന്ന നിലയ്ക്കുള്ള പാഠവും ഇന്നലെ സേനാ തലവന്മാർ 3 പേരും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അവരെല്ലാവരും പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ആയുധ വാഹനത്തെ തകർക്കുന്ന നിലയുണ്ടായി. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം ക്യാപ്ചേർഡ് ഈ എതിർ ശത്രുരാജ്യത്തിൻ്റെ പിടിയിൽപ്പെട്ടത്. അതിനുശേഷവും അദ്ദേഹം വലിയ മനസ്ഥൈര്യവും ധൈര്യവുമാണ് കാണിച്ചത് എന്നത് ഇതിനകം തന്നെ രാജ്യവും ലോകവും വലിയ തോതിൽ ശ്രദ്ധിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിനന്ദൻ വർദ്ധമാൻ അല്പസമയത്തിനകം 1 മണിയോടുകൂടി വാഗാ അതിർത്തിയിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്നായി നൽകിക്കൊണ്ടിരിക്കും.